അടൂർ ശ്രീപത്മനാഭൻ ഇ ഡി മേധാവി ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു. ഇ ഡി മേധാവി പലരുമായിട്ടും ആശയവിനിമയം നടത്തി, ചർച്ച നടത്തി. നമുക്കറിയാം, ഈ സന്ദേശ് ഖാലി സംഭവം ഉണ്ടായ സമയത്തും അവിടെ ക്യാമ്പ് ചെയ്ത ആളാണ് ഇ ഡി മേധാവി. തുടർന്ന് ഉണ്ടായിട്ടുള്ള ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ ഒരു ലാർജർ സ്കെയിലിൽ കാണേണ്ട സമയം കൂടിയല്ലേ ഇത്? കാരണം ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഈ നോക്കുകൂലി, മാസപ്പടി എന്നത് മാത്രം ഒതുങ്ങി നിൽക്കില്ല. എന്തിന് ഈ കരാർ റദ്ദാക്കാതെ ഏകദേശം 4-4.5 വർഷം നീട്ടിക്കൊടുത്തു? അതെല്ലാം ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടില്ലേ? അതിൽ ഇവിടെ ഒരു ചോദ്യം ഇപ്പോൾ വർഗീസ് സാർ ചോദിച്ചു. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കെതിരെ, അതായത് ഈ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും സംഭാവനയായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലായിട്ടോ പണം വാങ്ങിയ ആൾക്കാർക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്ന്? അതിന് ഉത്തരവാദി പിണറായി സർക്കാരാണ്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇ ഡിക്ക് ഒരു വ്യക്തിക്കെതിരെ നേരിട്ട് കേസെടുക്കാൻ അധികാരമില്ല. ഇ ഡിക്ക് ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കണമെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ, കുറേ ക്രിമിനൽ നിയമങ്ങളുണ്ട് അവരുടെ ഷെഡ്യൂൾഡിൽ. ഇ ഡിയുടെ PMLA ആക്ടിൻ്റെ ഷെഡ്യൂളിൽ കുറേ ക്രിമിനൽ നിയമങ്ങളുണ്ട്. കസ്റ്റംസ് ആക്ട് ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഉണ്ട്, പഴയ IPC ഉണ്ട്, ഇപ്പോഴത്തെ BNS ഉണ്ട്, ഇങ്ങനെ കുറേ ഉണ്ട്. ഈ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ട എല്ലാ കുറ്റകൃത്യമൊന്നും പറ്റില്ല. ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ട്. ഇ ഡി തിരഞ്ഞെടുത്തിട്ടുണ്ട്, PMLA ആക്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ചില കുറ്റകൃത്യങ്ങൾ. കസ്റ്റംസ് ആക്ടിലെ ഇന്നെന്ന വകുപ്പുകൾ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ ഇന്നെന്ന വകുപ്പുകൾ, പഴയ IPCയിൽ എന്നെന്ന വകുപ്പുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഷെഡ്യൂൾഡ് ഒഫൻസുകൾ, ഷെഡ്യൂൾഡ് ചെയ്ത നിശ്ചയിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ പ്രകാരം ആരുടെയെങ്കിലും പേരിൽ ഒരു FIR അല്ലെങ്കിൽ ചാർജ് ഷീറ്റോ രജിസ്റ്റർ ചെയ്ത കഴിഞ്ഞാൽ മാത്രമേ ഇ ഡിക്ക് ആ വ്യക്തിക്കെതിരെ അന്വേഷണം തുടങ്ങാൻ പറ്റുള്ളൂ. അത് അധികവും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കുറ്റം ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആർക്കെതിരെയാണ്? വീണാ വിജയനെതിരെയാണ്. വേറെ ആർക്കെതിരെയാ? അതായത് CMRLനും വീണാ വിജയനും, ആ കമ്പനിക്കും വീണാ വിജയനുമെതിരെ ഷെഡ്യൂൾഡ് ഒഫൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. SFIO കമ്പനീസ് ആക്ട് പ്രകാരം. കമ്പനീസ് ആക്ടിലെ ചില വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ PMLA ആക്ട് പ്രകാരം ഷെഡ്യൂൾഡ് ഒഫൻസാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം ആ വ്യക്തികൾക്കെതിരെ ഷെഡ്യൂൾഡ് ഒഫൻസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് PMLA ആക്ട് ഇവിടെ നിൽക്കുന്നത്. ഇ ഡി ആ വ്യക്തികൾക്കെതിരെ നടപടി എടുത്തതും. വർഗീസ് സാർ ചോദിച്ചു, എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് UDF-ലെ നേതാക്കന്മാരാണ്, അവർ സംഭാവന വാങ്ങി എന്ന് പറഞ്ഞിട്ടും അവരെ പേരിൽ എന്തുകൊണ്ട് ഇ ഡി കേസെടുക്കുന്നില്ല? അതിന് ഉത്തരവാദി ഇടതുപക്ഷ സർക്കാരാണ്. നിങ്ങൾക്ക് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ CMRL നിന്നും സംഭാവന വാങ്ങിയ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ, ഏതോ പാർട്ടി ആവട്ടെ, ആ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾക്ക് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് വിജിലൻസിൻ്റെ FIR ഇടാമായിരുന്നു. അതായത് CMRL നിന്നും കൈക്കൂലി വാങ്ങി അവർക്ക് എന്തോ സഹായം ചെയ്തു കൊടുത്തു എന്ന് കരുതപ്പെടുന്നു എന്ന രീതിയിൽ ഒരു FIR ഇട്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അവിടെ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഇ ഡി അവർക്കെതിരെ അന്വേഷിക്കുമായിരുന്നു. അതിനുള്ളൊരു സുവർണാവസരമായിരുന്നു നിങ്ങൾക്ക് ഭരണമുള്ളപ്പം. കാരണം ഏതായാലും നിങ്ങൾ കുടുങ്ങി, എന്നാൽ പിന്നെ അവരെ കൂടി കൊടുക്കാം എന്നൊരു പണി അവിടെ എടുക്കാമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല? അവർ സംഭാവന വാങ്ങിയത് അഴിമതിയായിരുന്നെങ്കിൽ ഇത് പുറത്തു വന്നിട്ട് ഇപ്പോൾ ഇന്നൊന്നും നല്ല 3-4 കൊല്ലായില്ലേ. ആ 3-4 കൊല്ലത്തിനുള്ളിൽ മെയ് മാസം എത്രയാ, മറ്റേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് മാസം 15-ാം തീയതിയോ 16-ാം തീയതിയാണ്. അതുവരെ സമയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന UDF നേതാക്കന്മാരാണല്ലോ, അവർക്കെതിരെ വിജിലൻസിനെ കൊണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കേസെടുത്തിരുന്നെങ്കിൽ ഇ ഡി സ്വാഭാവികമായിട്ടും അവർക്കെതിരെ പോകുമായിരുന്നു. ആ അവസരം ഇല്ലാണ്ടാക്കിയത് നിങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം. ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് പോയ ഇ ഡിയെ ആക്രമിക്കാനുണ്ടായ ചേതോവികാരം? എന്താ? സത്യത്തിൽ കണ്ണൂരിലെ പിണറായിൻ്റെ വീട്ടിൽ നടന്ന റെയ്ഡിനെതിരെ CPM ഇരുന്നെങ്കിൽ, ഇപ്പോൾ അക്രമാസക്തമായി പ്രതികരിച്ചിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാമായിരുന്നു ഒരു പരിധി വരെ. എന്തുകൊണ്ടാണ്? അത് വീണാ വിജയൻ്റെ വീടല്ല,
അവിടെ ആരും താമസമില്ല, പിണറായി പോലും അവിടെ താമസമില്ല, അവരൊക്കെ തിരുവനന്തപുരത്താണ് താമസം. അപ്പോൾ അവിടെ ആളില്ലാത്ത വീട്ടിൽ എന്തിന് റെയ്ഡിന് പോയി എന്നൊക്കെ ചോദിക്കാമായിരുന്നു. മാത്രമല്ല അത് വീണ വിജയൻ്റെ വീടല്ല, അത് പിണറായിൻ്റെ വീടാണ്. ഇത് തിരുവനന്തപുരത്തെ വീട്ടിൽ വീണ വിജയൻ താമസമുണ്ടല്ലോ, ആ വീട്ടിൽ താമസിക്കുന്ന ആളെ ചോദ്യം ചെയ്യണമെങ്കിൽ ആ വീട്ടിൽ പോകണ്ടേ? ആ വീട്ടിൽ താമസിക്കുന്ന ആളെ ചോദ്യം ചെയ്യണമെങ്കിൽ ആ വീട്ടിൽ പോകണ്ടേ? അപ്പം അതുകൊണ്ടാണ് പോയത്. എന്നിട്ടും എന്തിനാക്രമിച്ചു? അപ്പം ഇവർ ഭയക്കുന്നുണ്ട്. ഈ അന്വേഷണം എന്തിനാണ് ഈ പൈസ കൊടുത്തത് എന്നത് ചോദിച്ചു മനസ്സിലാക്കി അതിൽ ഇന്നെന്ന സഹായം ചെയ്തു കൊടുത്തതിന് പകരമാണ് എന്നെങ്ങാനും ബോധ്യപ്പെട്ടാൽ, റിവീലായാൽ സ്വാഭാവികമായിട്ടും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരും. സ്വാഭാവികമായിട്ടും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരും. അപ്പോൾ പിന്നെ ഇഡിക്ക് പറ്റില്ല, വിജിലൻസിനോ CBIക്കേ പറ്റുള്ളൂ. ഇനി അതിൻ്റെ പിന്നോട്ട് പോയാൽ ഞാൻ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അത് ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇവിടെ ആക്രമിച്ചത്. കാരണം അവിടെ പിണറായി വിജയൻ്റെ വീടാണ്, ഇത് പിണറായി വിജയനിലേക്ക് പോവോ എന്നൊരു ഭയമുള്ളത് കൊണ്ടാണ് അവരവിടെ ആക്രമിച്ചത്. അത് ഭയത്തിൽ നിന്നുണ്ടായ അക്രമമാണ്. അക്രമം കാണിക്കുന്നപ്പോൾ അതിൻ്റെ പിന്നിൽ നല്ല വികാരം ഉണ്ടാവില്ല, ചീത്ത വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്രമം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭയം എന്ന വികാരം, പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം പോകുമോ, വീണ വിജയനെ ചോദ്യം ചെയ്താൽ ഈ പൈസ വാങ്ങിയത് ഇന്നെന്ന സഹായങ്ങൾക്ക് ബദലാണ് എന്നങ്ങാൻ പറഞ്ഞു പോയാൽ, അത് റിവീലായാൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലേക്കുള്ള കാര്യങ്ങൾ എത്തുമോ എന്ന ഭയത്തിൽ നിന്നാണ് അക്രമമുണ്ടായത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.